അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ അന്വേഷണം വ്യാപിപ്പിക്കുവാൻ യു.പി. പോലീസ്. രാമക്ഷേത്രത്തിന്റെ QR കോഡ് പതിപ്പിച്ച പെട്ടി കണ്ടെത്തി. യോഗ സെന്ററിൽ നിന്നാണ് പെട്ടി കണ്ടെത്തിയത്. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും പോലീസ്. വിഷ്ണു തലവൂർ കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, ഗുരുതരമായ കണ്ടെത്തലുകളാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ ഇതാ QR കോഡ് പതിപ്പിച്ച പെട്ടിയാണ് യോഗ സെന്ററിൽ നിന്നും കണ്ടെത്തിയത്. അത് മാത്രമല്ല, ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ വാർത്താ സമ്മേളനം വിളിച്ച് കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും പറയുന്നുണ്ട്. വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? എന്തായാലും ഈ അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ വലിയ പ്രതിഷേധവും വിമർശനവും ശക്തമാവുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ SIT അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ QR കോഡ് പതിപ്പിച്ച പെട്ടി എന്തായാലും അവിടുത്തെ ഒരു യോഗ സെന്ററിൽ നിന്നും കണ്ടെത്തിയത്. നേരത്തെ അനിൽ മിശ്ര ഈ ഒരു യോഗ സെന്ററിൽ താമസിച്ചിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നതാണ് SIT പറഞ്ഞിരിക്കുന്നത്. അയോധ്യയ്ക്ക് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ SIT നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന് പ്രതാപ്ഗഡിലെത്തി SIT അന്വേഷണം നടത്തിയിരുന്നത്. SIT ഇപ്പോൾ 15 ദിവസത്തെ ഒരു സാവകാശം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ അന്വേഷണം പൂർത്തിയാക്കാൻ 15 ദിവസം കൂടി വേണമെന്ന ഒരു ആവശ്യമാണ് SIT മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഒരുപക്ഷെ ED കൂടി അന്വേഷണം ഏറ്റെടുത്തേക്കുമെന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഇത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കൊള്ളയാണ് അയോധ്യയുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ED ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ട്. അന്വേഷണം ഏറ്റെടുത്തേക്കുമെന്നുള്ള സൂചനകൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും പ്രതിപക്ഷം ഇപ്പോൾ വിമർശനം ആരോപണമൊക്കെ ശക്തമാക്കുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് ചമ്പത് റായ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ശക്തമായി തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ 1 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത്. 1 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ചില വെളിപ്പെടുത്തലുകൾ, ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നതാണ് അരവിന്ദ് കെജ്രിവാൾ അറിയിച്ചിരിക്കുന്നത്. സിദ്ധൂരി.